തുടങ്ങാം. ഒരു നിമിഷം മനമുയർത്താം, അൾത്താരവേദിയിലണയാം. ഹൃദയങ്ങൾ പാവനമാക്കാം, സ്നേഹപൂജ തുടങ്ങാം. Edwin Matthews, Nakshatra Sijin, Elena Bino, Leah Bini, Jewel Jinson, Abel Lixon, Milia Midun, Joanne Babu, Mia Austin, and Jane Austin. And I request you to grant them the sacraments and Holy Communion and Confirmation. Baptism was the beginning of these children in our parish community. After receiving the solemn Holy Communion, they will be one with us at the table of the Lord. Now, these children will renew their baptismal promises in preparation for their solemn Holy Communion and Confirmation. Let us pray for them to be filled with the fruits and gifts of the Holy Spirit and to profess the faith of the Church. Dear children, when you were younger, your parents and godparents brought you to be baptized and profess the faith of the Church for you. Now you are grown up and have become to receive the Holy Communion and Confirmation. I invite you to profess your faith before everyone gathers here. Do you believe in God, Father Almighty, Creator of heaven and earth? Do you believe in Jesus Christ, His only Son, our Lord, who was born of the Virgin Mary, was crucified, died and was buried, rose again from the dead, and is seated at the right hand of God, the Father Almighty? Do you believe in the Holy Spirit, the Holy Catholic Church, the communion of the saints, the forgiveness of sins, the resurrection of the body, and life everlasting? This is our faith. This is the faith of the Church. We are proud to profess it. May the Almighty God help you to live this faith you have professed. Amen. ദൈവാനുഗ്രഹത്തിൻ്റെ പുണ്യ സുദിനത്തിൽ ഇന്ന് ആഘോഷമായ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന പ്രിയ കുഞ്ഞുമക്കളെ ദൈവിക സന്നിധിയിലേക്ക് നമുക്ക് സമർപ്പിക്കാം. ഈശോയെ ഹൃദയത്തിൽ സ്വീകരിച്ച് ഈശോ കൂടെയുണ്ട് എന്നുള്ള വിശ്വാസബോധ്യത്തിൽ ഓരോ ദിനവും മുന്നോട്ട് പോകുവാനും തരത്തിൽ ജീവിക്കുവാനുമുള്ള വലിയ കൃപ പ്രിയപ്പെട്ട മക്കൾക്ക് നൽകണമേ എന്ന് ആത്മാർത്ഥമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ പ്രാർത്ഥന നിയോഗങ്ങൾ ദൈവിക സന്നദ്ധിയെ സമർപ്പിക്കാം. നമ്മുടെ ഒപ്പമുള്ള പ്രിയപ്പെട്ട ലിജോച്ചനെയും അതോടൊപ്പം ബഹുമാനപ്പെട്ട സജീവച്ചനെയും നിങ്ങൾ ഓരോരുത്തരെയും പ്രിയപ്പെട്ട ഈ കുഞ്ഞുങ്ങളെയും അവരുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളെയും ദൈവിക സന്നിധിയിൽ അവരുടെ എല്ലാ പ്രത്യേക നിയോഗങ്ങളോടും ചേർത്ത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നമുക്കൊന്നു ചേർന്ന് സന്തോഷത്തോടെ നന്ദിയോടെ ബലിയർപ്പിക്കാം. കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടി ബലിയർപ്പിക്കാം.
ചിതരായി തീർന്നിടാം നവമൊരു പീഠമൊരുക്കിടാം ഗുരുവിൻ സ്നേഹമൊടിയാകും തിരുമുൻപാകെ അണച്ചിടാം അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയുടെ ബലി അർപ്പിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സർവ്വവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാകരുത്, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രന്റെ മഹത്വപൂർണമായ ഉദ്ധാനം വഴി മനുഷ്യവംശത്തിന് ആനന്ദവും പ്രത്യാശയും നൽകിയതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. പാപികളായി ഞങ്ങളെ പൂർത്തീകരിക്കുന്ന ഈ പരിഹാരബലി യോഗ്യതയോടെ അർപ്പിക്കാനും അങ്ങയുടെ തിരുക്കുമാരന്റെ ഉദ്ധാനം നിരന്തരം പ്രകീർത്തിക്കുവാനും ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിന്റെയും നാഥായ എന്നേക്കും ആമേൻ. ബലവാനാകും സകലേശൻ നമ്മോടൊത്തു വസിക്കുന്നു. യാക്കോബിൻ പരിപാലകനാം ദൈവം നമ്മുടെ അവലംബം. കർത്താവീശോ മിശിഹായേ, മഹനീയം നിന്നുദ്ധാനം ആനന്ദിക്കുന്നിവരെല്ലാം നിൻ തിരുനാമം വാഴ്ത്തുന്നു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിൻ്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിൻ്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് എല്ലാറ്റിൻ്റെയും സ്രഷ്ടാവാകുന്നു, സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. സർവാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥാ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. എൻ്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്തിനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ.
പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. സഹോദരൻ, നിങ്ങൾ ഇത് ശ്രദ്ധയോടെ കേൾക്കുന്നു. May God bless you. Near the king Uzziah died, I saw the Lord sitting on a throne, high and lofty, and the hem of his robe filled the temple. Seraphs were in attendance about him. Each had 6 wings. With 2 they covered their faces, and with 2 they covered their feet, and with 2 they flew. And one called to another and said, Holy, holy, holy is the Lord of hosts. The whole earth is full of his glory. The pivots on the thresholds shook at the voices of those who called. And the house filled with smoke. And I said, Woe is me, I am lost, for I am a man of unclean lips, and I am among people of unclean lips. Yet my eyes have seen the King, the Lord of hosts. Then one of the seraphs flew to me, holding a live coal that had been taken from the altar with a pair of tongs. The seraph touched my mouth with it and said, Now that this has touched your lips, your guilt has departed and your sin is blotted out. Then I heard the voice of the Lord say, Whom shall I send and who will go for us? And I said, Here am I, send me, the word of the Lord. Praise to the Lord our God. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് പകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. A reading from the first letter of St. Paul to the Corinthians. May Christ bless you. I received from the Lord the teaching that I passed on to you, that the Lord Jesus, on the night when he was betrayed, took a piece of bread, gave thanks to God, broke it, and said, This is my body, which is for you. Do this in memory of me. In the same way, after the supper, he took the cup and said, This is God's new covenant, sealed with my blood. Whenever you drink it, do so in memory of me. This means that every time you eat this bread and drink from this cup, you proclaim the Lord's death until he comes. It follows that if anyone eats the Lord's bread or drinks from this cup in a way that dishonors him, he is guilty of sin against the Lord's body and blood. So that everyone should examine himself first and then eat the bread and drink from the cup. For if he does not recognize the meaning of the Lord's body when he eats the bread and drinks from the cup, he brings judgment on himself as he eats and drinks. That is why many of you are weak and ill, and several have died. If we would examine ourselves first, we would not come under God's judgment. The word of the Lord. Praise be to Jesus Christ our Lord. ഹല്ലേലൂയ പാടിടുന്നേ, ഹല്ലേലൂയ 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 പാടിടുന്നേ, ഹല്ലേലൂയ ഹല്ലേലൂയ. നല്ലൊരാശയമിന്നനതാരി വന്നു നിറഞ്ഞു തുളുമ്പിടുന്നു, രാജാവിൻ തിരുമുൻപിൽ കീർത്തന മധുവായി ഞാനതൊഴുക്കിടട്ടെ. ഏറ്റമനുഗ്രഹ തുരിത കവിതൻ തുരിക പോലിന്നാവിപ്പോ. താതനും അതുപോൽ സുധനും പരിശുദ്ധാത്മാവിനും സ്തുതിയുയരട്ടെ. ആദിമുതൽക്കേ ഇന്നും നിത്യവുമായി ഭവിച്ചിടട്ടെ. ആമേൻ. ഹല്ലേലൂയ പാടിടുന്നേ, ഹല്ലേലൂയ
സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവിശ്വമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായിക്ക് സ്തുതി. ഞാൻ ജീവന്റെ അപ്പമാണ്. നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ വെച്ച് മന്ന ഭക്ഷിച്ചു, എങ്കിലും അവർ മരിച്ചു. ഇതാകട്ടെ മനുഷ്യൻ ഭക്ഷിക്കുന്നതിന് വേണ്ടി സ്വർഗത്തിൽ നിറങ്ങിയ അപ്പമാണ്. ഇത് ഭക്ഷിക്കുന്നവൻ മരിക്കുകയില്ല. സ്വർഗത്തിൽ നിറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാണ്. ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും. ലോകത്തിന്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരമാണ്. ഇതേപ്പറ്റി യഹൂദർക്കിടയിൽ തർക്കമുണ്ടായി. തന്റെ ശരീരം നമുക്ക് ഭക്ഷണമായി തരാൻ ഇവൻ എങ്ങനെ കഴിയും എന്നവർ ചോദിച്ചു. യേശു പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രന്റെ ശരീരം ഭക്ഷിക്കുകയും അവന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടായിരിക്കുകയില്ല. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. അവസാന ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കും. എന്നാൽ എൻ്റെ ശരീരം യഥാർത്ഥ ഭക്ഷണമാണ്, എൻ്റെ രക്തം യഥാർത്ഥ പാനീയവുമാണ്. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. ജീവിക്കുന്നവനായ പിതാവ് എന്നെ അയച്ചു. ഞാൻ പിതാവ് മൂലം ജീവിക്കുന്നു. അതുപോലെ എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കും. ഇത് സ്വർഗത്തിൽ നിറങ്ങി വന്ന അപ്പമാണ്. പിതാക്കന്മാർ മന്ന ഭക്ഷിച്ചു, എങ്കിലും മരിച്ചു. അതുപോലെയല്ല ഈ അപ്പം. ഇത് ഭക്ഷിക്കുന്നവൻ എന്നേക്കും ജീവിക്കും. നമ്മുടെ കർത്താവായ മിശിഹായിക്ക് സ്തുതി. വലിയ ദൈവാനുഗ്രഹത്തിൻ്റെ അഭിഷേകത്തിൻ്റെ പുണ്യനിമിഷങ്ങളിലാണ് നമ്മളൊക്കെ. 10ഓളം മാലാഖ കുഞ്ഞുങ്ങൾ ഞാനങ്ങനെ വിളിക്കുമ്പോൾ അത്രയും വിശുദ്ധിയോടെയാണ് തമ്പുരാൻ്റെ അൾത്താരയുടെ മുമ്പിൽ അവരായിരിക്കുക. ഈശോനെ കൗദാശികപരമായിട്ട് സ്വീകരിക്കാൻ, പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ ഒരുങ്ങി നിൽക്കുകയാണ്. ഈ നല്ല ദിവസത്തിൻ്റെ എല്ലാ നന്മകളും അനുഗ്രഹവും ബഹുമാനപ്പെട്ട തോമസ് അച്ഛൻ്റെ പേരിലും സജിച്ചൻ്റെ പേരിലും നിങ്ങൾ കൂടിയിട്ടുള്ള നിങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവരുടെ പേരിലും ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കുഞ്ഞുങ്ങളെ, നമ്മുടെ പുതിയ മാർപ്പാപ്പയൊക്കെ തിരഞ്ഞെടുത്തു ഇല്ലേ? മാർപ്പാപ്പയുടെ പേരെന്നിട്ട് പുതിയ മാർപ്പാപ്പയുടെ പേര് ലിയോ പാപ്പ. ഞാൻ പറയാൻ പോകുന്നത് 10-ാം പീയൂസ് പാപ്പയുടെ ജീവിതത്തിലുണ്ടായിട്ടുള്ള ഒരനുഭവമാണ്. 10-ാം പീയൂസ് മാർപ്പാപ്പ പാപ്പയായി തിരഞ്ഞെടുത്തതിന് ശേഷം അവിടെ ഉണ്ടായിരുന്ന മാധ്യമപ്രവർത്തകർ പാപ്പയോട് ചോദിച്ചു, പാപ്പയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസം ഏതാണ്? അവരാ ചോദ്യം ചോദിക്കുമ്പോൾ അവരുടെ മനസ്സിൽ ഒരുപക്ഷെ പാപ്പ പറയും, ഞാൻ മെത്രാനായ ദിവസമാണ്, അല്ലെങ്കിൽ ഞാൻ കർദിനാളായ ദിവസമാണ് എന്നൊക്കെ പറയുന്ന ഒരു പക്ഷേ മാധ്യമപ്രവർത്തകർ പ്രതീക്ഷിച്ചിരുന്നു. നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം ഏതാണ്? കുറേ പേര് പറയും ഞങ്ങൾ ജനിച്ച ദിവസമാണ്. കുറേ പേര് പറയും ഞങ്ങൾ വിവാഹിതരായിട്ടുള്ള ദിവസമാണ്, ഞങ്ങൾക്കൊരു കുഞ്ഞിനെ കിട്ടിയ ദിവസമാണ്. അങ്ങനെ ഓരോരുത്തർക്കും വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ടാവും, ഉത്തരങ്ങളുണ്ടാവും ഈ ചോദ്യത്തിന്. പ്രിയപ്പെട്ടവരെ, 10-ാം പീയൂസ് മാർപ്പാപ്പ പറഞ്ഞത്, ഞാൻ ആദ്യ കുർബാന സ്വീകരിച്ച ദിവസമാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമെന്ന് 10-ാം പീയൂസ് മാർപ്പാപ്പ പറഞ്ഞു വയ്ക്കുകയാണ്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം ഞാൻ ആദ്യമായി ഈശോയെ നാവിൽ സ്വീകരിച്ച ദിവസമാണെന്ന് 10-ാം പീയൂസ് മാർപ്പാപ്പ പങ്കുവയ്ക്കുകയാണ്. ഈ കുഞ്ഞുങ്ങളുടെ ചെറുപ്പത്തിൽ മാതാപിതാക്കളൊക്കെ ഈശോനെ സ്വീകരിക്കുമ്പോൾ അവർ കൊതിയോടെ ഞങ്ങൾക്കും ഈശോനെ കിട്ടിയിരുന്നെങ്കിൽ എന്നൊക്കെ ആശിച്ചും ആഗ്രഹിച്ചൊക്കെ നിന്ന ദിവസങ്ങളും മനോഹരമായിട്ടുള്ള നിമിഷങ്ങളൊക്കെ ഒരു പക്ഷേ ഇപ്പോൾ അവരുടെ ഓർമ്മയിലൂടെ ഇങ്ങനെ കടന്നു പോകുന്നുണ്ടാവും. അവരാഗ്രഹിച്ച സ്വപ്നം കണ്ട ദിവസം ഇന്ന് പൂർണ്ണമാകുകയാണ്. അവരിന്ന് ഈശോനെ സ്വീകരിക്കാൻ പോവാണ്. അതുകൊണ്ടാണ് അച്ഛൻ പറഞ്ഞ അനുഗ്രഹിക്കപ്പെട്ട അഭിഷേകത്തിൻ്റെ നിമിഷങ്ങളാണത്. ഈ നിമിഷത്തിൽ നിങ്ങളോട് എന്താണ് പറയുക? ഇപ്പോൾ നിങ്ങളെല്ലാവരും ഒരുങ്ങിയാണ് നിൽക്കുന്നത്.
അപ്പം അതുകൊണ്ട് ഞാൻ ചിന്തിച്ചു, എന്നും ഇനിയിപ്പോൾ ഇന്ന് കഴിഞ്ഞ് നാളെ മുതൽ എന്നും ഈശോനെ സ്വീകരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്ത് മനോഭാവങ്ങളാണ് ഉണ്ടാകേണ്ടത് അത് പങ്കുവയ്ക്കുക എന്നാണ് എൻ്റെ മനസ്സിൽ തോന്നുന്നത്. ആദ്യ കുർബാന സ്വീകരണമായിട്ട് ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ബൈബിളിൽ ഒരു 4-5 പേര് പെട്ടെന്ന് ഓടി വരും. അതിലൊന്നാമത്തെ ആള് ശതാധിപനാണ്. ശതാധിപൻ നമുക്കറിയാം 100ഓളം ഭടന്മാർ കീഴിലുള്ള ഒരു അധികാരിയാണ്. അവൻ്റെ ഒരു ഭൃത്യന് അസുഖം വന്നപ്പോൾ ഈശോയെ കാണാൻ ചെന്നു. വലിയ പ്രതീക്ഷയോടെയാണ് ചെല്ലുന്നത്. ഈശോ പറഞ്ഞു, നീ അങ്ങോട്ട് പോകോ, ഞാൻ നിൻ്റെ വീട്ടിലേക്ക് വരാം, ഞാൻ അവിടേക്ക് വരാം, ഞാൻ നിൻ്റെ വീട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞപ്പോൾ ശതാധിപൻ പറഞ്ഞു, ഈശോയെ, എൻ്റെ ഭവനത്തിലേക്ക് വരാൻ ഞാൻ യോഗ്യനല്ല, എൻ്റെ ഭവനത്തിലേക്ക് നീ വരാൻ ഞാൻ യോഗ്യനല്ല. എളിമയോടെ പറഞ്ഞൊരു മറുപടിയാണ്. നമ്മളെല്ലാവരും ഈശോനെ സ്വീകരിക്കാൻ വരുമ്പോൾ കുമ്പസാരിച്ച് ഒരുങ്ങിയൊക്കെയാണ് വരാം. എത്ര ഒരുങ്ങിയാലും പ്രിയപ്പെട്ടവരെ, പരമപരിശുദ്ധനായിട്ടുള്ള തമ്പുരാനെ സ്വീകരിക്കാൻ നമ്മളൊക്കെ ബലഹീനരാണ്. അതുകൊണ്ട് എന്നും ഈശോയെ സ്വീകരിക്കാൻ വരുമ്പോൾ ഈ ശതാധിപന്റെ ഒരു മനോഭാവം ഉണ്ടാവണം. എളിമയോടെ, ഞാൻ അയോഗ്യനാണ്, പരമപരിശുദ്ധനായ നിന്നെ സ്വീകരിക്കാൻ ഞാൻ അയോഗ്യനാണ് എന്ന എളിമയോടെ ഈശോനെ സ്വീകരിക്കാൻ വന്നാൽ അത് നമുക്ക് അനുഗ്രഹമായിട്ട് മാറും. അപ്പോൾ ഒന്നാമതായിട്ട് നിങ്ങൾ നാളെ മുതൽ എന്നും ഈശോനെ സ്വീകരിക്കാൻ വരുമ്പോൾ ഉണ്ടാകേണ്ട ഒന്നാമത്തെ മനോഭാവം ശതാധിപന്റെ എളിമയുടെ മനോഭാവമാണ്. രണ്ടാമതായിട്ട് ബൈബിളില് പാപിനിയായിട്ടുള്ള സ്ത്രീയാണ് ഓർമ്മ വരുന്നത്. പാപിനിയായിട്ടുള്ള സ്ത്രീയെ പറ്റി പറയുന്നത്, ഈശോ പറഞ്ഞത് ഇവൾ അധികം സ്നേഹിച്ചു എന്നാണ്. ഇവൾ അധികം സ്നേഹിച്ചു എന്നാണ് പാപിനിയായിട്ടുള്ള സ്ത്രീയെ പറ്റി ഈശോ പറഞ്ഞത്. ശരിക്കും ആരാണ് ഈശോനെ ഭവനത്തിലേക്ക് ക്ഷണിച്ചത്? ഫരിസേയനായിട്ടുള്ള ശിമയോനാണ് ഈശോനെ ക്ഷണിച്ചത് വീട്ടിലേക്ക്. എന്നിട്ട് അവൻ സ്നേഹിച്ചോ? അവൻ ശുശ്രൂഷിച്ചോ? അവൻ ഒന്നും ചെയ്തില്ല. അവൻ എന്താ ചെയ്യുന്ന അറിയോ? അവൻ വളരെ നിസ്സംഗനായി, നിസ്സംഗതയോടെ അവിടെ നിന്നു. സ്നേഹിച്ചതും ശുശ്രൂഷിച്ചതൊക്കെ ആ പാപിനിയായിട്ടുള്ള സ്ത്രീയാണ്. അതുകൊണ്ടാണ് ഈശോ അവളെ പറ്റി പറഞ്ഞത് അവൾ അധികം സ്നേഹിച്ചു എന്ന്. നമുക്ക് എന്നും ഈശോനെ സ്വീകരിക്കാൻ പോകുമ്പോൾ അധികം സ്നേഹിക്കുന്ന ഒരു മനോഭാവം ഉണ്ടാകണം. ആരേക്കാളും കൂടുതലായിട്ട് ഞാൻ ഈശോനെ സ്നേഹിക്കുന്നു, ഞാൻ ഈശോയ്ക്ക് വേണ്ടി ശുശ്രൂഷകൾ ചെയ്യും. അങ്ങനെ ഒരു മനോഭാവത്തോടെ ഈശോനെ സ്വീകരിക്കാൻ നാളെ മുതൽ, ഇന്ന് മുതൽ നിങ്ങൾ ഇറങ്ങിത്തിരിക്കണം. ഞാൻ ചുരുക്കുകയാണ്, എന്നും ഈശോനെ സ്വീകരിക്കാൻ പോകുമ്പോൾ ശതാധിപന്റെ എളിമയുണ്ടാകണം, പാപിനിയായിട്ടുള്ള സ്ത്രീയുടെ അധിക സ്നേഹം ഉണ്ടായിരിക്കണം, മറിയത്തെ പോലെ യേശുവിൻ്റെ അടുത്തിരുന്ന് സംസാരിക്കാൻ, എന്നെക്കുറിച്ചുള്ള ദൈവികത എന്താണെന്ന് ചോദിക്കാനുള്ളൊരു മനസ്സുണ്ടാകണം, സക്കേവൂസിനെ പോലെ ഒരു നിശ്ചയം ഉണ്ടാകണം, ഞാനൊരു മാറ്റം, ഒരു നവീകരണം കൊണ്ടുവരുമെന്നുള്ളൊരു നിശ്ചയം ഉണ്ടാകണം, ഈശോയെ പോലെ സഹിച്ച് പങ്കുവയ്ക്കാനും സഹിച്ച് സ്നേഹിക്കാനുള്ള ഒരു മനോഭാവം, ഒരു മനസ്സുണ്ടാകണം. ഇത് ഈ 5 മനസ്സോടുകൂടി ഈശോയെ സ്വീകരിച്ചാൽ, അത് എന്ന് ഈശോനെ സ്വീകരിക്കുമ്പോഴും ഈ 5 നിശ്ചയത്തോടും മനോഭാവത്തോടും കൂടി സ്വീകരിച്ചാൽ അത് വലിയ അനുഭവമായിട്ട് മാറും, അത് രക്ഷയ്ക്ക് കാരണമായിട്ട് മാറും. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, നിങ്ങൾ എന്ന് ഈശോനെ സ്വീകരിക്കാൻ പോകുമ്പോഴും നിങ്ങൾ നല്ല ഒരുക്കത്തോടെ കുമ്പസാരിച്ചു വന്ന് ഒരുക്കത്തോടെ സ്വീകരിക്കുന്നു, അതുപോലെ ഭക്തിയോടെ സ്വീകരിക്കുന്നു, പ്രസാദപരാവസ്ഥയിൽ സ്വീകരിക്കുന്നു. ഇപ്പോൾ അതുകൊണ്ടാണ് ഈ മാലാഖ കുഞ്ഞുങ്ങൾ എന്ന് ഞാൻ വിളിച്ചത്. ഇപ്പോൾ ഈ കുഞ്ഞുങ്ങളുടെ അവസ്ഥ, അവർ ഒരുങ്ങിയിട്ടുണ്ട്, നല്ല കുമ്പസാരം നടത്തി ഒരുങ്ങിയിട്ടുണ്ട്, അവർക്ക് ഭക്തിയുണ്ട്, പ്രസാദപരാവസ്ഥയുണ്ട്. ഈ 3 കാര്യങ്ങളും എന്ന് ഈശോനെ സ്വീകരിക്കാൻ പോകുമ്പോഴും നിങ്ങളുടെ ഒരുക്കത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാകണം. പ്രസാദപരാവസ്ഥയിൽ ഇന്ന് വായിച്ച ലേഖന ഭാഗം, അയോഗ്യതയോടെ ഒരിക്കലും ഈശോനെ സ്വീകരിക്കരുത്. അയോഗ്യതയോടെ ഈശോനെ സ്വീകരിച്ചാൽ അത് വിപരീത ഫലമായിരിക്കും. അപ്പം അതുകൊണ്ട് എന്നും യോഗ്യതയോടെ ഈശോനെ സ്വീകരിക്കുക. 2 കുഞ്ഞുങ്ങളിൽ നിന്ന് പരിശുദ്ധാത്മാവിനെ സ്ഥൈര്യലേപനം എന്ന കൂദാശയിലൂടെ പരിശുദ്ധാത്മാവിനെ കൗദാശികപരമായിട്ട് സ്വീകരിക്കുന്ന ദിവസം കൂടിയാണ്. ശിഷ്യന്മാർ ആത്മാവിനെ സ്വീകരിച്ചപ്പോൾ ധൈര്യമുള്ളവരായി. പ്രിയ കുഞ്ഞുങ്ങളെ, ഇന്നു മുതൽ നിങ്ങളിൽ ഒരു ഡിഫറൻസ്, ഒരു വ്യത്യാസം ഉണ്ടാകണം. ദാറ്റ് ഷുഡ് ബി. ഞങ്ങൾക്കൊക്കെ അത് കാണാൻ പറ്റണം. നിങ്ങളൊരു ചേഞ്ച്, നല്ല ധൈര്യമൊക്കെ ഉള്ള മക്കളായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ ദാനവും വരവൊക്കെ സ്വീകരിച്ച് യേശുവിന് വേണ്ടി നന്മകൾ ചെയ്യാനും ശുശ്രൂഷകൾ ചെയ്യാനൊക്കെ ഉള്ളൊരു നല്ല മക്കളായിട്ട് മാറാൻ
നിങ്ങൾ ശ്രമിക്കണം. ദർ ഷുഡ് ബി എ ഡിഫറൻസ്. ഞങ്ങൾ അച്ഛന്മാർ ഇവിടെ കൂടിയിട്ട് എല്ലാവരും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. Lord Almighty God, we humbly pray to you. Fill these children with your spirit. May they grow up to the plenitude of Christian life. May they be strengthened not to forget you in prosperity and to seek you out in adversity. Bless them to bear strong witness to you in life, and then after death to find the bliss of eternal happiness. Father, Son, and Holy Spirit, forever and ever. Amen. ആദി ചൈതന്യമേ വരദാനവാരിധേ നവജീവധാരയാൽ ഒഴുകി വരൂ. ആദി ചൈതന്യമേ വരദാനവാരിധേ നവജീവധാരയാൽ ഒഴുകി വരൂ. Dear brothers and sisters, the celebrant begins to sign these children with the plenitude of the grace of the Holy Spirit. In preparation, he now prays for himself. Staying devout and diligent, let us pray in silence. Lord Almighty God, we thank you for the infinite mercy by which you sent the Holy Spirit upon the apostles and strengthened them. You shower the church with the gifts of the Holy Spirit through the imposition of hands by the apostles and their successors. Make me, O Lord, your humble servant, worthy to administer this gift to these children, Father, Son, and the Holy Spirit forever. Amen. God our Father, you have granted us through baptism, new birth, membership in the mystical body of Christ, and title to eternal life. Sign these servants with the promised Spirit and give them the spirit of filiation, that they may call you Abba, Father. Empower them, being filled with the divine Spirit, through the imposition of hands, to live as a brave soldier, bearing witness to the gospel, and as loyal servants of the church. May they be filled with your Spirit's fruits of love, peace, happiness, patience, kindness, goodness, fidelity, meekness, and self-control. By your grace, may they be blessed to live a life undefiled. We offer praise, honor, and worship to you, to your beloved Son, and to the Holy Spirit, now, always, and forever. Amen. And having been baptized is now perfected and confirmed. In the name of the Father, and of the Son, and of the Holy Spirit. Amen. Joseph, having been baptized, is now perfected and confirmed. In the name of the Father, and of the Son, and of the Holy Spirit. Lord God, may the life-giving sign and the fullness of the grace of the Holy Spirit that they have received, the new life they have begun, and the armor of justice they are wearing, shield them from the enemy's harm. May they be blessed to exude the divine fragrance of Christ in their life. The name of the Father, and of the Son, and of the Holy Spirit, and is adorned with the crown of life as the sign of spiritual joy and eternal bliss. Amen. Joseph, in the name of the Father, and of the Son, and of the Holy Spirit, is as adorned with the crown of life as the sign of spiritual joy and eternal bliss. Amen. ദിവ്യരുഹായ്ക്കും സ്തുതിയെന്നും ദൈവാംബികയെയും മറിയൗസേപ്പിനെയും സാദരമൂർത്തിയിടാൻ പാവനമീ ബലിയിൽ
ആദിയിലെ പോലെ നന്മയ്ക്കും ആമേൻ ആമേൻ. സുതനുടെ പ്രേക്ഷിതരേ, ഏകജ സ്നേഹിതരേ, ശാന്തി ലഭിച്ചിടുവാൻ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ. സർവരും ഒന്നായി പാടിയിടട്ടെ ആമേൻ ആമേൻ. മാർത്തോമായെയും ദിനസാക്ഷികളെയും സൽക്കർമ്മികളെയും ബലിയിലോർത്തിടാം. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവേ, ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്കും ആദ്യജാതനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോമിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിനുള്ള സത്യദൈവവും പിതാവിനോട് കൂടെ സത്യമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലീവായി തറക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു. മനുഷ്യരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും സത്യാത്മാവുമായ ഏകപരിശുദ്ധാത്മാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സ്ലൈംഗികവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിലെ ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സും ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. സകലത്തിന്റെ നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കാൻ എന്നെ ശക്തിയാക്കട്ടെ. കർത്താവേ, ആശീർവദിക്കണമേ. എന്റെ സഹോദരി കുർബാന എന്റെ കരങ്ങൾ വഴി പൂർത്തിയാകാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ പ്രാർത്ഥന കേൾക്കുകയും കുർബാന സ്വീകരിക്കുകയും ചെയ്യട്ടെ. അങ്ങയുടെ പൗരോഹിത്യത്തെ അവിടുന്ന് സ്വർഗരാജ്യത്തിൽ മഹത്വപ്പെടുത്തട്ടെ. അങ്ങേക്ക് വേണ്ടിയും ഞങ്ങൾക്ക് വേണ്ടിയും അവിടുത്തെ കൃപയും അനുഗ്രഹവും പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന ലോകം മുഴുവന് വേണ്ടിയും അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. കർത്താവായ ദൈവമേ, ഈ സ്വർഗീയ ഗണങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരുമാകുലരുമായി ദാസർ അവിടുത്തെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകമായി രഹസ്യം തിരുസന്നിധിയിൽ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ.
ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, നന്ദി പ്രകാശിപ്പിക്കാൻ കഴിയാത്ത വിധ അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അത് പതിച്ചുപോയി ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃതരായ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കിടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനം കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഞങ്ങളുടെ കർത്താവേ മിശിഹായ നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധന എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായി അപ്പം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയത് ലോകത്തിന് മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ളപ്പമാകുന്നു. നമ്മുടെ കർത്താവിശ്വസിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസം നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടെ അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവദനരും നിഷ്കളങ്കരമായി വ്യാപരിക്കാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങയെ വിളിച്ച് പ്രകാരപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ സർവേശ്വര, നല്ലവനായ ദൈവമേ, കൃപാപൂർണ്ണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും അവന്റെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ട് നാൾ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യം അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോട് കൂടെ, അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ഇത് പാപികളെ വിശുദ്ധീകരിക്കുന്ന പരിശുദ്ധ ബലിയാകുന്നു. സ്വർഗീയ ഭക്ഷണവും ഉന്നതത്തിൽ നിന്ന് നമുക്ക് വേണ്ടി ഒഴുകി വന്ന പാനീയവുമാകുന്നു. ദൈവോത്രൻ തന്റെ കരുണയാൽ നമുക്ക് വേണ്ടി വിഭജിച്ചു തരുന്ന തന്റെ ശരീരമാകുന്നു. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവിശ്വസിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ, ഇപ്പോഴും
വാക്കുകൾ പോരാ പോരാ നാഥ നിന്നെ ആരാധിക്കാം. ഈശോയെ നിന്നെ കാണുവാൻ എൻ്റെ കണ്ണുകൾ പോരാ, ഈശോയെ നിന്നെ കേൾക്കുവാൻ എൻ്റെ കാതുകൾ പോരാ. പാടിയിടുമേ മനമേ മനമേ വാഴ്ത്തിയിടുവാൻ ഉണരൂ ഉണരൂ. പാടിയിടുമേ മനമേ മനമേ വാഴ്ത്തിയിടുവാൻ ഉണരൂ. കർത്താവായ ദൈവമേ, ഞങ്ങൾ സ്വീകരിച്ച ഈ ദിവ്യരഹസ്യങ്ങൾ ഞങ്ങളുടെ ഉദ്ധാനത്തിന് അച്ചാരമായി ഭവിക്കട്ടെ. മനുഷ്യവംശത്തെ മഹത്വമണിയിച്ച അങ്ങയെ സ്വർഗരാജ്യത്തിൽ സകല നീതിമാന്മാരോടും കൂടെ സ്തുതിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. മനുഷ്യവംശത്തിൻ്റെ പ്രത്യാശയായ മിശിഹായെ, ഈ കുർബാന വഴി ഉത്ഥാനത്തിൻ്റെ രഹസ്യത്തിൽ നീ ഞങ്ങളെ പങ്കുകാരാക്കി. തിരുരക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ ഞങ്ങൾ നിന്റെ അനന്ത കാരുണ്യത്തിന് എന്നും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ഉത്ഥാനത്തിലൂടെ മനുഷ്യവംശത്തെ മുഴുവൻ ആനന്ദിപ്പിച്ച മിശിഹാ സഭയിൽ നിന്നും വാഴ്ത്തപ്പെട്ടവനാകട്ടെ. അവിടുന്ന് സത്താനെയും മരണത്തെയും പരാജയപ്പെടുത്തുകയും പാപകടങ്ങളിൽ നമ്മെ മോചിക്കുകയും ചെയ്തു. ഉദ്ധതനായ മിശിഹായുടെ സമാധാനം നമ്മിൽ നിന്നും വസിക്കട്ടെ. വിശ്വാസത്തിനും സ്നേഹത്തിനും വളരാനും ഉദ്ധാന രഹസ്യം എല്ലാവരോടും പ്രഘോഷിക്കാനും അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ. ജീവദായകമായ ദിവ്യരഹസ്യങ്ങളാൽ സന്തുഷ്ടരാക്കപ്പെട്ട നിങ്ങളെ അവിടുന്ന് നിത്യമഹത്വത്തിലേക്ക് പ്രവേശിപ്പിക്കട്ടെ. കർത്താവിൻ്റെ കുരിശിന്റെ സജീവമായ അടയാളത്താൽ നിങ്ങളെല്ലാവരും ഉത്തരിതരും എല്ലാ വിപത്തുകളിൽ നിന്ന് സംരക്ഷിതരുമാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. Communicants, please come to the front for the prayer of thanksgiving. Communicants, I request you to come forward in order as your name is called to receive the rosary, vignette, and certificate. Edwin Matthews. ജപമാല നെഞ്ചോടു ചേർത്തുമല്ലേ തിരുനാമമന്ത്രങ്ങൾ ഉരുവിട്ടു ഞാൻ മരിയാമ്പികേ തവ നെഞ്ചിലൻ കഥനങ്ങളെല്ലാം ചേർത്തു വയ്പ്പൂ. ജപമാല നെഞ്ചോടു ചേർത്തുമല്ലേ തിരുനാമമന്ത്രങ്ങൾ ഉരുവിട്ടു ഞാൻ
മരിയ ആവേ 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 മരിയ ആവേ 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 മരിയ ആവേ 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 മരിയ. സഹനത്തിന്നഗ്നിയിൽ നീറിയപ്പോൾ സർവം തകർന്നുള്ളം പിന്തിടുമ്പോൾ സർവേശപാദങ്ങളിൽ ജീവിതം സമ്പൂർണ്ണ ബലിയായി നൽകിയല്ലോ. ജപമാല നെഞ്ചോട് ചേർത്തുമല്ലേ തിരുനാമമന്ത്രങ്ങൾ ഉരുവിട്ടു ഞാൻ മരിയാമ്പികേ തവ നെഞ്ചിലൻ കഥനങ്ങളെല്ലാം ചേർത്തുവെപ്പൂ. ആവേ 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 മരിയ ആവേ ആവേ. യെരൂശലേം നായകാ ബലർത്തൻ വിമോചകാ അഭയമായി പ്രകാശമായി ബദലഹേം നഗരിയിൽ കുളിരു പൊഴിയുമിരവിലായി വെറുമൊരു പുല്ലിൻ വിരിയിലായി ഇരുളിൽ തെളിയും മെഴുകുതിരി പോൽ ജാതനായൊരൻ യേശുവേ യെരൂശലേം നായകാ ബലർത്തൻ വിമോചകാ അഭയമായി പ്രകാശമായി ബദലഹേം നഗരിയിൽ സ്നേഹമാം ദീപമേ നേർവഴി കാട്ടണേ കുരിശേറിയ കനിവേ തിരുവാമൊഴി തരണേ ഗാഗുൽത്തായിൽ ഇടറി നീങ്ങവേ പാപം പോക്കാൻ അലിയുമേ. Bless the Lord, oh my soul, oh my soul, and worship His holy name. Sing like never before, oh my soul, and worship Your holy name. The sun comes up, it's a new day. അപ്പൂത്താണോ ഇത്?